നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രസവശേഷം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാത്ത ആളുകൾ കുറവായിരിക്കും. ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും കുഞ്ഞിന്റെ ജീവന് പോലും ഭീഷണിയാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രസവാനന്തര വിഷാദം. അകാരണമായ കരച്ചിൽ, ഭയം, ചില സമയങ്ങളിൽ സന്തോഷം തുടങ്ങിയവ ഇടകലർന്ന് അനുഭവപ്പെടുന്നതിനാൽ കടുത്ത വൈകാരിക അസന്തുലിതാവസ്ഥയിലൂടെയാണ് പല സ്ത്രീകളും ഈ ഘട്ടത്തിൽ കടന്നു പോകാറുള്ളത്. കുഞ്ഞിന്റെ പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നൊരവസ്ഥയാണിത്. ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് പ്രസവാനന്തര വിഷാദത്തെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റ് സൈക്യാട്രി ഡോക്ടർ ടെസ് ആൻ കുര്യൻ ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് ഇപ്പോഴത്തെ അമ്മമാർക്കൊക്കെ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന വാക്ക് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. ഞാനടക്കമുള്ള അമ്മമാർ കടന്നുപോയിട്ടുള്ളൊരു സാഹചര്യമാണ് ഇത്. എന്താണ് ഡോക്ടർ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രസവാനന്തര വിഷാദം എന്ന് പറയുന്നത്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. പ്രസവാനന്തര വിഷാദം എന്ന് പറയുന്നത് പ്രസവത്തിന് ശേഷം 4 ആഴ്ചയ്ക്കുള്ളിൽ അമ്മമാരിൽ കണ്ടുവരുന്ന വിഷാദ രോഗത്തെയാണ് നമ്മൾ പ്രസവാനന്തര വിഷാദം അല്ലെങ്കിൽ മെഡിക്കൽ ടേംസിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുക. ഇത് സാധാരണമായി 10 to 20% ഓഫ് ഫീമെയിൽസിലും പ്രസവത്തിന് ശേഷം 10 തൊട്ട് 20% അമ്മമാരിലും കാണുന്ന ഒരു വിഷാദാവസ്ഥയാണ്. നമ്മൾ ക്രൈറ്റീരിയ പ്രകാരം 4 വീക്സിനുള്ളിൽ എന്ന് പറഞ്ഞാൽ പോലും 6 മന്ത്സിന് ഉള്ളിൽ അല്ലെങ്കിൽ 1 ഇയറിനുള്ളിൽ വിഷാദാവസ്ഥ കണ്ടാലും അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം എന്നാണ് പല ലിറ്ററേച്ചേഴ്സും പറയുന്നത്. എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഡോക്ടർ വിഷാദ രോഗത്തെ നിർണ്ണയിക്കുന്നത്? അതായത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ്, വിഷാദ രോഗത്തിന്റെ ലക്ഷണമാണ് എന്നൊക്കെ എങ്ങനെ മനസ്സിലാകും? അതെ, പ്രസവാനന്തര വിഷാദം എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിഷാദ രോഗം എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. വിഷാദ രോഗത്തിന് പ്രധാനമായിട്ടും 9 ലക്ഷണങ്ങളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് സ്ഥായിയായ ഒരു സങ്കടഭാവം അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ലോ മൂഡ്. രണ്ടാമത് നമുക്ക് താല്പര്യം കുറയുന്നു. അതായത് പണ്ട് ചെയ്യുന്ന ജോലികൾ ഇപ്പോൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് TV കാണുന്ന ഇഷ്ടമുള്ള ഒരാളാണ്, കുക്ക് ചെയ്യുന്ന ഇഷ്ടമുള്ള ആളാണ്, ഇഷ്ടം കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ താല്പര്യം തോന്നാത്ത അവസ്ഥ, മെക്കാനിക്കലായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി. മൂന്നാമതായി നമ്മുടെ വെയിറ്റ് അധികമായി കുറയുന്നു, സിഗ്നിഫിക്കന്റ് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു. അത് അകാരണമായി സംഭവിക്കുന്നു, ഡയറ്റ് ഒന്നും ചെയ്യാതെ തന്നെ. നമ്മൾ ക്രൈറ്റീരിയ പ്രകാരം പറയുവാണ് എങ്കിൽ ഒരു മാസത്തിൽ 5% കൂടുതൽ നമ്മുടെ ബോഡി വെയിറ്റ് കുറയുമ്പോഴാണ് സിഗ്നിഫിക്കന്റ് വെയിറ്റ് ലോസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കാം. നാലാമത്തേത് ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്ക കൂടുതൽ അനുഭവപ്പെടുന്ന ഒരവസ്ഥ. അഞ്ചാമതായി വേഗത കുറയുന്നു, ചിന്തയിലും പ്രവൃത്തിയിലും വേഗത കുറവ് അനുഭവപ്പെടുന്നു. ആറാമതായി നമുക്ക് അമിതമായ ക്ഷീണം തോന്നുന്നു, അത് അകാരണമായി ഉണ്ടാകുന്നു. ഏഴാമതായി നമുക്ക് ജീവിതത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടതുപോലെ അല്ലെങ്കിൽ നമുക്ക് അമിതമായ കുറ്റബോധം നമ്മളെ വേട്ടയാടുന്ന ഒരവസ്ഥ. എട്ടാമതായി നമുക്ക് ഒരു ശ്രദ്ധ കുറയുന്നു, ജോലിയില് അല്ലെങ്കിൽ പ്രവൃത്തികളില് നമുക്ക് ശ്രദ്ധ കുറഞ്ഞ അവസ്ഥ. ഒമ്പതാമതായി ആത്മഹത്യാ ചിന്തകൾ അല്ലെങ്കിൽ പ്രവണതകൾ നമുക്ക് ഉണ്ടാകുന്നു. ഇതാണ് പ്രധാനമായിട്ടുള്ള 9 ലക്ഷണങ്ങൾ. ഇതിനകത്തെ ആദ്യത്തെ 2 ലക്ഷണങ്ങൾ ആണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അതായത് സ്ഥായിയായ സങ്കടവും താല്പര്യക്കുറവും. ഈ 2 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണത്തിനൊപ്പം മറ്റ് 4 ലക്ഷണങ്ങൾ, അതായത് മൊത്തത്തിൽ അങ്ങനെ 5 ലക്ഷണങ്ങൾ 2 ആഴ്ചയിൽ അധികമായി പെർസിസ്റ്റന്റായി കാണുമ്പോഴാണ് വിഷാദ രോഗം എന്ന് നമ്മൾ പറയുക. ഇങ്ങനെ പ്രസവാനന്തരം 4 ആഴ്ചയ്ക്കുള്ളിൽ ഒരു സ്ത്രീയിൽ കാണുമ്പോൾ അതിന് പ്രസവാനന്തര വിഷാദം എന്ന് പറയും. എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാകുന്നത്? അതിന്റെ ഒരു കാരണം എന്താണ്? ഓക്കെ, ഇതിന് ഒരു കാരണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, മൾട്ടി ഫാക്ടോറിയൽ ആണ്. ഇതിന്റെ ന്യൂറോ ബയോളജി നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ് എങ്കിൽ ജനിതകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതായത് ജനറ്റിക് വൾനറബിലിറ്റി, കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ മാനസിക രോഗം ഉണ്ട് എങ്കിൽ അത് നമുക്കും വരാൻ സാധ്യതകളുണ്ട്, ജീൻസ് ട്രാൻസ്ഫേർഡ് ആവുന്നത് കൊണ്ട്. വേറെ പല കാരണങ്ങൾ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് ഉണ്ട്. സ്ട്രെസ് വരുമ്പോൾ ഇതിലുണ്ടാവുന്ന ഡിസ്ഫങ്ഷൻസ്, അതുപോലെ സ്ട്രെസ് വരുമ്പോൾ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. മറ്റ് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, പ്രൊലാക്റ്റിൻ,
ഓക്സിറ്റോസിൻ പോലുള്ളവയിലുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെറട്ടോണിൻ, ഡോപ്പമിൻ, ഗ്ലൂട്ടമിൻ, ഗാബ ഇവയിലൊക്കെയുള്ള ഏറ്റക്കുറച്ചിൽ കാരണം, നമ്മുടെ തലച്ചോറിലെ രാസവസ്തുക്കളിലും സർക്യൂട്ട്സിലും ഉള്ള ഏറ്റക്കുറച്ചിൽ കാരണം ആണ് ഇത് ഉണ്ടാവാൻ കാരണങ്ങളായി ലിറ്ററേച്ചർ പറയുന്നത്. അപ്പൊ ഈ ഫാക്ടേഴ്സ് എല്ലാം ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ആരിലൊക്കെയാണ് ഈ രോഗം വരാനുള്ള സാധ്യതയുള്ളത്? അതിന് എന്തൊക്കെ ഘടകങ്ങളാണുള്ളത്? പ്രസവാനന്തര വിഷാദം ഉണ്ടാവാൻ സാധ്യതകൾ, അതായത് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ നമ്മൾ പറയുവാണെങ്കിൽ, പ്രസവത്തിന് മുന്നേ തന്നെ വിഷാദത്തിന്റെ ഒരു അവസ്ഥ അമ്മയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പ്രസവാനന്തരവും വിഷാദം ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അതുപോലെ ഗർഭാവസ്ഥയിൽ വിഷാദ രോഗത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളിൽ പ്രസവാനന്തരം വിഷാദം ഉണ്ടാവാൻ സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു ഗർഭധാരണം അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾ, ഗാർഹിക പീഡനത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളിൽ ഇത് കൂടുതലായി കണ്ടുവരാറുണ്ട്. അതുപോലെ ഉറക്കക്കുറവ് അനുഭവിക്കുന്ന അമ്മമാർ, ലഹരിയുടെ ഉപയോഗം ഉള്ള അമ്മമാർ, അവരിലെല്ലാം ഇത് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനറ്റിക് വൾനറബിലിറ്റി, ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കുടുംബത്തിലുണ്ട് എങ്കിൽ ഇത് കണ്ടുവരാൻ കൂടുതൽ സാഹചര്യങ്ങളുണ്ട്. അതുപോലെ ഒത്തിരി സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന അമ്മമാർ, ജോലി സംബന്ധമായിട്ടും മറ്റെന്ത് കാരണങ്ങൾ കൊണ്ടും ഒത്തിരി സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളിലും ഇത് അധികമായി കാണാറുണ്ട്. പിന്നെ അവരുടെ സപ്പോർട്ട് സിസ്റ്റം, സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം, ഫാമിലിയൽ സപ്പോർട്ട് സിസ്റ്റം വളരെ പുവർ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന അമ്മമാരിൽ ഇത് വരാൻ സാധ്യതകൾ ഉണ്ട്. അതുപോലെ മെറ്റേണിറ്റി ബ്ലൂസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലൂടെ പ്രസവാനന്തരം കടന്നു പോകുന്ന സ്ത്രീകളിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലോട്ട് അത് നയിക്കാൻ സാധ്യതകളുണ്ട്. സാധാരണ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ പറ്റി കേൾക്കുമ്പോൾ അതോടൊപ്പം കേൾക്കാറുണ്ട് ബേബി ബ്ലൂസ് അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്നൊക്കെ. ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസും പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും തമ്മിൽ നമുക്ക് എങ്ങനെ വേർതിരിച്ചറിയാൻ സാധിക്കും ഡോക്ടർ? അതെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ മെറ്റേണിറ്റി ബ്ലൂസ് അല്ലെങ്കിൽ ബേബി ബ്ലൂസ് ഇതെല്ലാം ഒരു കാര്യത്തിന്റെ തന്നെ പല ടെർമിനോളജീസ് ആണ്. ഇത് സാധാരണ 60 to 80% പ്രസവത്തിന് ശേഷം 60 തൊട്ട് 80% സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു മാനസിക അവസ്ഥയാണ്. പ്രസവത്തിന് ശേഷം 2-3 ദിവസത്തിനകം അമ്മയിൽ കാണുന്ന മൈൽഡ് സിംറ്റംസ്, ഉദാഹരണമായി പറയുവാണെങ്കിൽ പെട്ടെന്ന് കരച്ചിൽ വരുന്ന ഒരു രീതി, അമിതമായ ഉത്കണ്ഠ, പെട്ടെന്ന് ദേഷ്യം വന്നൊരു അവസ്ഥ, ഉറക്കക്കുറവ്, വിശപ്പ് കുറവ്, മൂഡ് സ്വിങ്സ്, ഇങ്ങനെ മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസ് പോസ്റ്റ്പാർട്ടം 2 to 3 ഡേയ്സിനുള്ളിൽ കാണുന്ന അവസ്ഥയെയാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയുക. ഇത് സെൽഫായിട്ട് തന്നെ റിസോൾവ് ചെയ്തുകൊള്ളും. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് തന്നെ റിസോൾവ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ സെൽഫ് ലിമിറ്റിംഗ് ട്രാൻസിയന്റ് കണ്ടീഷൻ ആയിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇതിന് കൂടുതലായിട്ട് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് പോസ്റ്റ്പാർട്ടം ബ്ലൂസിനെ പറ്റി അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഒരു അറിവ് ഉണ്ടായിരിക്കണം. അമ്മയുടെ ഈ ബുദ്ധിമുട്ടുകളെ കുടുംബാംഗങ്ങൾ അംഗീകരിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ അമ്മയ്ക്ക് ഒരു റീഅഷ്വറൻസ്, ഒരു സമാശ്വാസം കൊടുക്കണം. നാലാമതായിട്ട് ഒരു ഗുഡ് ഫാമിലിയൽ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് ഉള്ള ഒരു അമ്മയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി പോസ്റ്റ്പാർട്ടം ബ്ലൂസ് 2 ആഴ്ചയിൽ കൂടുതലായി നിലനിൽക്കുകയാണ് എങ്കിൽ നമ്മൾ അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയാം. ഡോക്ടർ, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രസവ കാലഘട്ടം കഴിയുന്നതോടുകൂടി അത് തനിയെ മാറാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതിന് കൃത്യമായ ചികിത്സ ആവശ്യമാണോ? പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ നമ്മൾ കൃത്യമായിട്ട് ചികിത്സ എടുക്കണം. അതിന്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത് അമ്മ എന്ന ഒരാൾ മാത്രമല്ല, അമ്മയുടെ ഹെൽത്തിനെ മാത്രമല്ല കുഞ്ഞിന്റെയും കുടുംബാംഗങ്ങളുടെയും ഹെൽത്തിനെ ഒരുപോലെ അഫക്ട് ചെയ്യുന്നുണ്ട്. അമ്മയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പയർഡ് ആവുന്നതിനൊപ്പം തന്നെ മുലപ്പാല് കുറയാനും ഇത് സാധ്യതകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അമ്മയും കുഞ്ഞും തമ്മിൽ ഒരു ഊഷ്മളമായ സ്നേഹബന്ധം രൂപപ്പെടുന്നതിന് ഇത് തടസ്സം സൃഷ്ടിക്കും. അതുപോലെ കുഞ്ഞിന്റെ നോർമൽ ഡെവലപ്മെന്റ്, ബിഹേവിയറൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ ഇത് സാരമായി ബാധിക്കും. ഇങ്ങനെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ കുഞ്ഞിന്റെ വളർച്ചയെ അത് അഫക്ട് ചെയ്യും. അതുപോലെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഫാമിലിയിൽ ഡിസ്കോർഡ് സംഭവിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ അമ്മയ്ക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനോടനുബന്ധിച്ച് ആത്മഹത്യാ ചിന്തകളും പ്രവണതകളും ഉണ്ട് എങ്കിൽ അത് അമ്മയുടെ ജീവന് അപകടം ഉണ്ടാക്കും. അതിനോടൊപ്പം തന്നെ അത് കുഞ്ഞിന്റെ ജീവനും അപകടങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊരു ആത്മഹത്യക്ക് മാത്രമല്ല ശിശുഹത്യയിലേക്ക് വരെ നയിക്കാൻ സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു എക്സ്റ്റൻഡഡ് സൂസൈഡ് ഉണ്ടാവാൻ സാധ്യതകൾ സ്റ്റഡീസ് പറയുന്നുണ്ട്.
ഒരു 20% ഓഫ് പോസ്റ്റ്പാർട്ടം ഡെത്ത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കൊണ്ടാണ് ഉണ്ടാവണം എന്നാണ് ലിറ്ററേച്ചേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും ചികിത്സ അർഹിക്കുന്ന ഒരു രോഗമാണ്. ചികിത്സാ രീതികൾ എങ്ങനെയൊക്കെയാണ് ഡോക്ടർ, അതിനെപ്പറ്റി കൂടി വിശദീകരിക്കാമോ? ഇതിന്റെ ചികിത്സ വരുന്നത് എത്ര സിവിയർ ആണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് വെച്ചിട്ടാണ്. അതായത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ മൈൽഡ് ആയിട്ടാണ് അമ്മയ്ക്ക് ഉള്ളൂ എങ്കിൽ സൈക്കോതെറാപ്പി മാത്രം മതിയാകും. മോഡറേറ്റ് ടു സിവിയർ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിൽ സാധാരണ നമ്മൾ മെഡിക്കേഷൻസിന്റെ കൂടെ, അതായത് മരുന്നുകളുടെ കൂടെ സൈക്കോതെറാപ്പിയും കൂടി എടുക്കുന്നതായിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. സിവിയർ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യാത്തവ, അതൊക്കെ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റിനോട് കൂടുതൽ റെസ്പോണ്ട് ചെയ്യും. അതുപോലെ അമ്മയ്ക്ക് ആത്മഹത്യ ചിന്തകൾ ഉണ്ട് എങ്കിലും കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ളത് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിയാണ്. വേറെ പുതിയ സ്റ്റിമുലേഷൻ മെത്തേഡ്സ് ഉണ്ട്, നോൺ ഇൻവേസീവ് ബ്രെയിൻ സ്റ്റിമുലേഷൻ മെത്തേഡ്സ്. അതിനകത്ത് റിപ്പിറ്റേറ്റീവ് ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞ മെത്തേഡാണ് കൂടുതൽ സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് പഠിച്ചു വരുന്നത്. മറ്റ് മെത്തേഡ്സ് എല്ലാം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറയുവാണെങ്കിൽ ഇതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന്. താങ്ക് യു. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡോടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.